സാർ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. പേരാമ്പ്രയിൽ ഒരു തെരുവ് യുദ്ധം തന്നെ അരങ്ങേറി. അവിടെ ആ, കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രണ്ട് പക്ഷം ചേർന്ന് നിന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. സംഭവം അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ്. KSU ജയിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആഹ്ലാദ പ്രകടനം രണ്ട് കൂട്ടരും തമ്മിലുള്ള തല്ലുപിടിയിലോട്ട് കലാശിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഷാഫി പറമ്പലിന് ഗുരുതര പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ മൂക്കിന് സർജറി വേണമെന്നൊക്കെ തരത്തിൽ ഉള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ സമീപ കാലയളവിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത് ആദ്യമൊന്നുമല്ല. അദ്ദേഹം ഇതേപോലെ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നു. അദ്ദേഹം കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള പോലും ആശങ്കയുണ്ട്. കാര്യം ഷാഫി പറമ്പിൽ എവിടെ പോയാലും അവിടെ ഷാഫി പറമ്പിലിനെ കൃത്യമായി നോട്ടമിട്ട് ഷാഫി പറമ്പിലിനെ ഇനി അങ്ങ് വളരാൻ അനുവദിക്കേണ്ട എന്ന തരത്തിൽ നിലപാടെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. സ്വാഭാവികമായിട്ടൊരു ചോദ്യം, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖം ഷാഫിയാണോ? ഷാഫിയുടെ പിന്നിൽ ആൾക്കാരുണ്ടോ? ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഷാഫിയാണോ? ഇതിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പോൾ ഒരു കേസ് വളർന്നിരിക്കുന്നു, SFI കുറച്ചുകൂടെ ദുർബലമായിരിക്കുന്നു എന്നുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാരണം മുൻപാണെങ്കിൽ ഇങ്ങനെ ഒരു എതിർപ്പ് കേരളത്തിൽ ഒരു കോളേജിൽ ഉണ്ടാകില്ല. SFIക്കാരെന്ത് പറയുന്നോ അല്ലെ അത് കോളേജ് പ്രിൻസിപ്പൾ കേൾക്കും, അധ്യാപക സംഘടന കേൾക്കും, എല്ലാവരും കേൾക്കും. അവർ പറയുന്ന ആൾ മത്സരിച്ചില്ലെങ്കിൽ പോലും ഇലക്ഷനിൽ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകും, മത്സരിച്ചില്ലെങ്കിൽ പോലും അവിടുന്ന് കൗൺസിലറായിട്ട് ഇവർ കൊടുക്കുന്ന ലിസ്റ്റ് ഒപ്പിട്ട് അടിയിൽ ഒപ്പിട്ട് പ്രിൻസിപ്പളും ഇലക്ട്രൽ ഓഫീസറും കൂടെ ഒപ്പിട്ട് കൊടുക്കും. അത് വെച്ച് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ കോളേജുകളിലെങ്കിലും KSU ഇവരുടെ അപ്രമാദിത്വത്തെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. അതിനോടുള്ളൊരു പ്രതികരണം പല കോളേജിലും തിരിച്ചും മറിച്ചും ഉണ്ടാകുന്നുണ്ട്. ചില കോളേജുകളൊക്കെ KSU ജയിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇവർക്ക് അസഹിഷ്ണുതയാണ്. കാരണം ഷാഫി പറമ്പിലും പുതിയ യൂത്ത് കോൺഗ്രസ് അല്ലെ കോൺഗ്രസിൻ്റെ കുറേ ചെറുപ്പക്കാർ നേതാക്കൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എനർജിയുണ്ട്. ആ എനർജി ഇപ്പോൾ അവരുടെ അനാലിസിസിൽ ഏറ്റവും സജീവമായി കേരളത്തിൻ്റെ ചെറുപ്പക്കാരുടെ നേതാവായിട്ട് നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തെ വന്നെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഇവർക്ക് ഇച്ചിച്ച് കേസിൽ പെടുത്താൻ പറ്റി, ശ്രീനിവാസൻ മോഡൽ കേസിൽ പെടുത്താൻ പറ്റി. മറിച്ച് ഇവിടെ സംഭവിച്ചത് ഷാഫി ക്രൗഡ് പുള്ളർന്ന് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനേക്കാൾ ക്രൗഡ് പുള്ളറാണ്. കോൺഗ്രസിലായാലും CPM-ലായാലും BJP-യിലായാലും അത് അപകടകരമായൊരു ഇതാണ്. പിന്നെ രണ്ടാമത്, ഈ പണ്ട് കോൺഗ്രസ്സിൽ മലബാറിൽ ഒത്തിരി ദേശീയ മുസ്ലിമായിട്ടുള്ള നേതാക്കന്മാരാണ്. കോൺഗ്രസ്സിലുള്ള മുസ്ലിംസിനെ ദേശീയ മുസ്ലിം നേതാക്കൾ എന്നാണ് പറഞ്ഞിരുന്നത്. ദേശീയ മുസ്ലിം പിന്നെ മൊയ്ത് മൗലവിയൊക്കെ അങ്ങനെ കുറേ പേരുണ്ട്, അബ്ദുൽ ഖാദർ. ഇപ്പോൾ പക്ഷേ ഷാഫിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നൊരു അഡ്വാൻറ്റേജ്, ഒരു മതേതര പ്രതിച്ഛായയോട് തന്നെ രണ്ട് സമൂഹങ്ങളെയും എല്ലാ സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഷാഫി വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇവരുടെ ടെസ്റ്റ് അറിയണമെങ്കിൽ ഷാഫി ഒരു മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൃത്രിമമായിട്ട് കുത്തിവയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ഹരിതകർമ്മസേന കൊണ്ട് ഇരുത്തിക്കൊണ്ട് കൈയടിക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ സംഘടിക്കുകയാണ്. ഇന്നലെ തന്നെ പേരാമ്പ്ര എത്ര പേര് സംഘടിച്ചു? ഒന്നുറക്കണം, പേരാമ്പ്ര ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയം കൂടിയാണ് പല കാലങ്ങളായിട്ട്. അവിടെയാണ് ഷാഫിക്ക് ഇത്രയും പ്രതിഷേധം ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ, തല്ലു കൊണ്ടാലും ഇല്ലെങ്കിലും എന്തിൻ്റെ പേരിലായാലും ഇത്രയും ആൾക്കാരെ അവിടെ സംഘടിപ്പിക്കാൻ പറ്റിയെങ്കിൽ അത് ഷാഫിയുടെ വിജയത്തേക്കാൾ കൂടുതൽ CPM-ൻ്റെ തകർച്ചയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ശൈലജയെ തോൽപ്പിച്ചിട്ടുള്ള വൈരാഗ്യം പറയേണ്ട ആവശ്യമില്ല. ശൈലജ തോക്കാൻ വിധിക്കപ്പെട്ടുള്ളതായിരുന്നു. ശൈലജയെ തോൽപ്പിക്കേണ്ടത് കോൺഗ്രസിനേക്കാൾ ആവശ്യം പിണറായി വിജയനായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ്റെ തട്ടകം അല്ലെ പിണറായി വിജയൻ്റെ അപ്രമാദിത്വം CPM-ൽ കുറേശ്ശെ ചോദ്യം ചെയ്യപ്പെട്ടു വരുന്നുണ്ട്. അയാൾക്ക് എല്ലാ പ്രാവശ്യവും ആരെ കാണാൻ പോകണം? മുഖ്യമന്ത്രിയെയും അമിത്ഷായെയും ഗഡ്കരിയെയും കണ്ട് കാര്യങ്ങൾ നടത്താനായിട്ട് അങ്ങോട്ട് പോകേണ്ട ഗതികേട്ടിലാണ്. ആ സമയത്ത് ഓൾട്ടർനേറ്റീവായിട്ട് CPM വേറൊരു നേതാവിനെ പറ്റി ചിന്തിച്ചാൽ ഫസ്റ്റ് ചോയ്സായിട്ട് വരുന്നവരാണ് ശൈലജ ടീച്ചറാണ്. അപ്പോൾ അവരെ ഒന്നുകൂടെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെ ഷാഫിയും അവരുമായിട്ട് ഏറ്റുമുട്ടി അവരെ ഒന്നും അല്ലാതാക്കിയാൽ അവിടെ ലാഭമാർക്കാം പിണറായിക്കും പിണറായിയുടെ താല്പര്യമുള്ളവർക്കാണ്. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ അടുത്ത വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നയിക്കുന്നത് ഷാഫിയായിരിക്കും.
ഒരു പുറത്തുനിന്നൊന്നും ആരും വരണ്ട, കനപോലും ഒന്നും വരണ്ട, ഇവിടുത്തെ ആൾക്കാർക്ക് വിട്ടുകൊടുത്താൽ മാത്രം മതി പ്രചരണം നടത്താനായിട്ട്. അപ്പോൾ ഇമാരൊന്നും കുഴപ്പമുണ്ടാക്കരുത്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് ഇവിടെ കേരളത്തിലുള്ള ഹൈക്കമാൻഡ് ആണെങ്കിലും അഖിലേന്ത്യാ ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ സെറ്റിനെ, പുതിയ ടീമിനെ സ്വാതന്ത്ര്യത്തോടെ വർക്ക് ചെയ്യാൻ അനുവദിച്ചാൽ കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പാണ്. പക്ഷേ ഈ കോൺഗ്രസിലെ യൂത്ത് ബ്രിഗേഡ്, അതായത് ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതേപോലെ റോജി എം ജോൺ, പിന്നെ ഒരുപാട് പേരുണ്ട്, ഒരു 4-5 പേരെങ്കിലും മിനിമം നേതൃനിരയിലുണ്ട്. അപ്പോൾ അവരുടെ നേതാവ് എന്ന നിലയിലാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വി ഡി സതീശനും ഈ യൂത്ത് ബ്രിഗേഡുമായിട്ട് വലിയ ഭിന്നതയുണ്ട്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിന് ശേഷം. അപ്പോൾ അവിടേക്ക് വി ഡി സതീശനെ കൂടി ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഷാഫി കടന്നു വരികയാണോ, അതോ വി ഡി സതീശനെ നേതാവാകുന്നതിൽ ഷാഫി വലിയ പങ്ക് വഹിക്കുമെന്നാണോ പറയുന്നത്? ഞാനത് വളരെ ശ്രദ്ധാപൂർവമാണ് ആ വാക്ക് ഞാൻ പറഞ്ഞത്. ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളായിരിക്കുന്ന പറഞ്ഞത്. അങ്ങനെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും മുഖ്യമന്ത്രിയാണെന്നില്ല, അതിന് വേറെ ക്രൈറ്റീരിയം വരും. അതായത് ഇലക്ഷന് ശേഷം മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ. പക്ഷേ വേണമെങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരാളുമാണ് ഷാഫി പറമ്പിൽ. ലീഡർഷിപ്പ്, നേതൃത്വപരമായ കഴിവുകൊണ്ട് സതീശനെ ഓവർടേക്ക് നമ്മൾ പറയുകയില്ല. പക്ഷേ അത് ഈ പാർട്ടിക്കുള്ളിലെ സമുദായ സമവാക്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷാഫിക്ക് ആ പരിഗണന കിട്ടുമോ? എല്ലാ പാർട്ടിയിലെ സമുദായ സമൂഹത്തിൽ നിങ്ങൾ ഇത്ര ഇത് പറഞ്ഞപ്പോൾ CPM ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഏത് സമൂഹത്തെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ മുസ്ലിം സമുദായത്തെയാണ്. ഇപ്പം അതുപോലെ തന്നെ ഈഴവരില്ലേ? CPMൻ്റെ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ സമുദായികമായ ഒരു ഏറെക്കുറെ കണക്ക് പറയാമോ? നായന്മാർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? 10 പേരുണ്ട്. അപ്പോൾ അവർ സമുദായ പ്രീണനാണോ നടത്തുന്നത്? ഇത്രയും നായന്മാരെ വെക്കുക വഴി അവർ സമുദായ പ്രീണനാണോ നടത്തിയത്? പക്ഷെ ഒരു മുഖ്യമന്ത്രി പദവിയിലേക്കൊക്കെ പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി സംബന്ധിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മുസ്ലിം ഇതുപോലൊരു മുഖ്യമന്ത്രി അധികം ഉണ്ടായിട്ടില്ല. ഇത്രയും മന്ത്രിമാർ നായർ സമുദായത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. സുകുമാരൻ നായർ വീട്ടിലായ അവിടെ ഞങ്ങൾ ഇത്രയും മന്ത്രിമാരെ നിങ്ങൾക്ക് തന്നില്ലേ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. ഷാഫിയായ ഒരു സമുദായത്തിൻ്റെ ആളായിട്ടല്ല വരുന്നത്. രമേശ് ചെന്നിത്തല കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് താക്കോൽ സ്ഥാനം മേടിക്കാൻ പോയി. അത് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. അല്ലാതെ സുകുമാരൻ നായർ രാത്രി പേഴ്സണലായിട്ട് വിളിച്ച് പറയണം, പത്രത്തിലൊന്നും കൊടുക്കാതെ ഇവരെ അറിയാതെ താക്കോൽ സ്ഥാനം വേണമെന്ന് പരസ്യ പ്രസ്താവന നടത്താതെ രമേശിനെ ആക്കണമെന്ന് ഉമ്മൻചാണ്ടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് ഇത് നടക്കുമായിരുന്നു. അതിന് പകരം തനിക്കൂടെ പേര് വേണമെന്ന് ആരാഗ്രഹിച്ചു? സുകുമാരൻ നായർ. ഞാനാണ് ഇവനെ ആക്കിയത് എന്ന് വരുത്താൻ സുകുമാരൻ നായർ ആക്കി. ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ ആളാണെന്ന് ഒരു മെസ്സേജ് കൊടുക്കാൻ തരും. ആ മെസ്സേജ് രമേശ് ചെന്നിത്തലയ്ക്കാണ് പാരയായത്. ഇതിനെയും പറയാം. ഒരു സമുദായത്തിൻ്റെ കെയർ ഓഫ് അല്ലാതെ ലീഡർ വരണം. ഇപ്പോൾ ആന്റണിയെ AK ആന്റണിയെ ക്രിസ്ത്യൻ ലീഡറായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിന് ഉമ്മൻചാണ്ടി കണ്ടിട്ടുണ്ടോ? കരുണാകരനെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ബിഷപ്പ്മാർക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ഉണ്ടായിരുന്ന ആരുമായിട്ടാണ്? കരുണാകരൻ്റെ കാലത്താണ്. ഇവരാരും സമുദായ നേതാക്കന്മാരായിട്ട് കണ്ടിട്ടില്ല. ഒരു സമുദായത്തിനും ഇവരോട് പ്രത്യേകിച്ച് വെറുപ്പുമില്ലായിരുന്നു. അങ്ങനത്തെ ലീഡർഷിപ്പ് വേണം. സമുദായത്തിൻ്റെ നേതാവായിട്ട് ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലല്ലേ പയറ്റേണ്ടിയിരുന്നത്? അദ്ദേഹത്തെ ഇപ്പോൾ ലോക്സഭയിലോട്ട് പറഞ്ഞു വിടുന്ന അതും ഒരു ടാക്ടിക്കലായിട്ട് എററല്ലേ? അല്ലല്ല, അത് വടകര സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിരുന്നു. അല്ല, അവിടെ കെ മുരളീധരൻ എന്തായാലും ജയിക്കുമായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ കൊണ്ട് കെ മുരളീധരനെ ഇല്ലാതാക്കുക എന്നുള്ള കേരളത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ ഈ നായർ നേതൃഭാരത്താൽ നടുവൊടിഞ്ഞ കോൺഗ്രസ് വേണം പറയാം. കെ മുരളീധരൻ ആർക്കൊക്കെ വെല്ലുവിളി എന്ന് വേണം പറയാം. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, പിന്നെ വേറെ ഈവൻ വിഷ്ണുനാഥ് തൊട്ട് ഇങ്ങനെ തിരുവഞ്ചൂർ ഇവർക്കെല്ലാം കെ മുരളീധരൻ. ഇപ്പോൾ കെ മുരളീധരനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന് മാത്രമല്ല, ഈ അണികളുടെ ഫോളോയിങ് ഏറ്റവും കൂടുതലുള്ള 1-2 പേരിൽ ഒരാൾ കെ മുരളീധരനാണ്. അപ്പോൾ കെ മുരളീധരനെ ഇല്ലാതാക്കുക എന്നുള്ള സ്ട്രാറ്റജി കോൺഗ്രസിനകത്തുമുണ്ട്. അവിടെ ജയിച്ചു പോയ പോകട്ടെ, പാർലമെൻറ്റിലേക്കല്ലേ പുള്ളി ശല്യമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് ഇവർ കണക്ക് കൂട്ടി. അപ്പോൾ അവിടെ വടകര എന്നിട്ട് കെ മുരളീധരനെ മാറ്റിയിട്ട് വടകര ജയിച്ചില്ലെങ്കിൽ ഇവിടുത്തെ KPCC ഇടപാട് തീരും. ഇപ്പോൾ വടകര ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ഷാഫിയായിരുന്നു എല്ലാ ഇക്വേഷനിലും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഷാഫിക്ക് പല കാര്യങ്ങളിലും ഷാഫിയുടെ ഒരു പ്രത്യേകത, മാങ്കുട്ടവും ഷാഫിയും രണ്ട് ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ മച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഷാഫിക്കുണ്ട്. അതുണ്ട്. നിങ്ങൾ ഷാഫിയെ നിങ്ങളുടെ റഹീമിനെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കി. ഒരു സംസാരിക്കുന്നതായിട്ട് ഏറ്റവും വലിയ രാജ്യസഭാ മെമ്പറാണ്, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. പുള്ളി താഴത്ത് വന്നാലല്ലേ എപ്പോഴും DYFI ഇപ്പോൾ ലോകം മുഴുവൻ ഉണ്ടായിരുന്ന അഖില ലോക പ്രസിഡന്റായിരുന്നേനെ അല്ലേ റഹീം. അപ്പോൾ ആ റഹീമിനെയും ഷാഫിയും പബ്ലിക് അപ്രോച്ചിൽ രാഷ്ട്രീയം പറയുമ്പോഴും അല്ലാത്തപ്പോഴും ഇവരുടെ ആറ്റിറ്റ്യൂഡൊന്ന് ശ്രദ്ധിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംസാരത്തെ കുറെ ധിക്കാരം കയറി വരുമെന്ന് വേണമെങ്കിൽ പറയാം, സതീശൻ്റെയിലും പറയാം. പക്ഷേ ഷാഫിയുടെയിലും ഡിസാമിങ് സ്മൈൽ,
തന്നെ ആക്രമിക്കാൻ വരുന്നവരെ പോലും ഒരു ചിരി കൊണ്ട് നേരിടാൻ അറിയാവുന്ന ആളാണ് ഷാഫി. ആ ഷാഫിക്കിട്ടാണ് തല്ലിയിരിക്കുന്നത്. ആ ഷാഫിക്കിട്ട് തല്ലുന്നത് വെറുതെയാണോ? ഒരു കേസ് ശൈലജ പെട്ടുകിടക്കുക, അത് നമ്മുടെ ബ്ലൂ ഫിലിം കേസിൽ ഷാഫി ഉണ്ടാക്കുന്ന കേസ് എവിടെ പോയി, കാഫിർ പരാമം, അങ്ങനെ ആ കാഫിർ പരാമർശം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ശൈലജയെ ഒന്നുകൂടെ കുരുക്കിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കും. ഒന്നാലോചിക്കും, നിങ്ങൾ അത്രയ്ക്ക് മാത്രം ഒരു വശത്ത് നേതൃത്വത്തിൻ്റെ ഇഷ്ടം പോലെ നേതാക്കന്മാർ കോൺഗ്രസ്സിന്, ഇപ്പുറത്ത് നേതൃദാരിദ്ര്യം ആരെയാണ് പറയുന്നത്? പിണറായിക്ക് പകരം ഒരാളുടെ പിണറായിക്ക് പകരമല്ല, പിണറായി പോലും ആരുടെ പകരക്കാരനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പറ്റാത്ത ആളെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പിണറായിക്ക് പകരം ഒരാൾ മാറ്റി നിന്ന് വെക്കേണ്ടി വന്ന് ആരാ ഉള്ളത്? നിങ്ങളാരെ വെക്കും? എം എം മണിയെ കുറിച്ചുകൊണ്ടിരുന്നു. അത് ആലോചിച്ച് നോക്ക്. ആ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരാണ് മുഴുവൻ, ഒരുമാതിരി എല്ലാവരും. ഇന്നലെ പി രാജീവ് അടുത്ത മുഖ്യമന്ത്രി റിയാസ് വരെ പറ്റുന്നില്ലെങ്കിൽ ഒരു ചാൻസ് ഉള്ള ആളാണ് രാജീവ് നിയമസഭ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ചില ഭക്തി സമ്മേളനങ്ങളൊക്കെ ഇങ്ങനെ ചങ്കത്തടിച്ച് പ്രസംഗിക്കുന്നുണ്ട്. രവിശങ്കറുടെയും ബന്ധക്കോസുകാരുടെയൊക്കെ മീറ്റിങ്ങിൽ നെഞ്ചത്തടിച്ചുകൊണ്ട് പ്രസംഗിച്ച് രക്ഷിക്കണേ ദൈവമേ എന്നും പറഞ്ഞ്. അതുപോലെയായിരുന്നു പി രാജീവിൻ്റെ പ്രസംഗം. ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അത്രയ്ക്ക് മാത്രം തരം താണ അല്ലെ കഴിവുകെട്ട ഒരു ലീഡർഷിപ്പ് സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നു CPM-ൽ. അത് അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഷാഫിയെ പോലുള്ളവരാണ്. ഒന്നുകിൽ ഇവരെ ഒഴിവാക്കണം, അല്ലെ ഇവരെ ഉപയോഗിച്ച് CPM-ലെ ചിലരെ ഒഴിവാക്കണം. ഇത് മാത്രമേ ഉള്ളൂ.